രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വീണ്ടും രണ്ടാം അതിജീവിതയുടെ ഫോണിലേക്ക് അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല ഫോൺ വിളിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതെ, വാട്സപ്പിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അതിജീവിത രഹസ്യമൊഴി നൽകിയ അടുത്ത ദിവസം തന്നെയാണ് ഈ ഒരു വിളി പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അറിയാതെ വിളിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിജീവിത എന്തായാലും ഭയന്നിട്ടുണ്ട്. കല്യാണം കഴിയാത്ത 21 വയസ്സുകാരിയായ പെൺകുട്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കാം രാഹുലിന്റെ ഇപ്പോൾ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കോള് പോകുമ്പോൾ സ്വാഭാവികമായും ഇനി രാഹുലിന്റെ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് വീണ്ടും ജയിലിലേക്ക് പോകാനുള്ള വാതിൽ സ്വയം തുറക്കുകയാണോ രാഹുൽ ഇവിടെ ചെയ്യുന്നത്? ഹർഷ, ഈ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഈ അതിജീവിതയുടെ മൊഴി ഇപ്പോൾ SITയെ സംബന്ധിച്ച് SITക്ക് കോടതിയിൽ കൊടുക്കുമ്പോൾ കൃത്യമായി കാര്യം അദ്ദേഹം ഒരു MLA കൂടെയാണ്. MLA ആണ്, പിന്നെ യുവനേതാവാണ്, ഫാൻസ് ഉള്ള നേതാവാണ്. അപ്പോൾ ഒരു അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാടാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ആന മണ്ടത്തരമാണ്. കാര്യം അദ്ദേഹത്തിന് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമം എന്ന് പറയുന്നത് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉള്ളതാണല്ലോ നമ്മുടെ നിയമവ്യവസ്ഥ. അപ്പൊ ആ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് അദ്ദേഹം ഒരു വക്കീലും അതിബുദ്ധിമാനും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ വക്കീലൊക്കെ അദ്ദേഹത്തിനെ രക്ഷിച്ചെടുത്ത് നിർത്തിയിരിക്കുന്ന അവസരത്തിൽ ഇത് മൈനറായ ഒരു പെൺകുട്ടിയാണ്. രണ്ടാമത്തെ കേസ് ബാംഗ്ലൂർ ഉണ്ടായിരിക്കുന്ന, അതായത് ഒരു ഹോം സ്റ്റേയിൽ വിളിച്ചു വരുത്തി ഈ പറയുന്ന രീതിയിൽ മോശമായി പെരുമാറി ആ കുട്ടിയുടെ മാനസിക നില തകർന്നു പോയതാണ്. കാര്യം ഇതിനകത്ത് ആ കുട്ടിയെയാണ് ഇപ്പോൾ ഇദ്ദേഹം വിളിച്ചത്. കാര്യം ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ഇപ്പോൾ രഹസ്യമൊഴി എടുത്തു എന്ന് പറയുന്നു. ഈ രഹസ്യമൊഴി എടുത്തു എന്നുള്ള SIT സംഘത്തിന് കൊടുത്ത് അദ്ദേഹത്തിന് എങ്ങനെ വിവരം അറിയാൻ കഴിയും? അപ്പോൾ ഈ പോലീസ് സേനയ്ക്കകത്ത് തന്നെ രാഹുലിന് വിവരങ്ങൾ ചോർത്തി കൊടുക്കാൻ സാധിക്കുന്ന ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത്. ഹർഷ, ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള സംഭവം തന്നെ ഒരു വനിതാ പോലീസ് ഓഫീസറെയാണ് ഇത് ഏൽപ്പിക്കുന്നത്. ഒരു വനിതാ പോലീസ് ഓഫീസർ SIT അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെ എന്ന് നമ്മൾ ശ്ലാഘിക്കുന്നതോ അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നതോ അദ്ദേഹത്തിന് പേരും പെരുമയുണ്ടെന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഒരു വനിതയ്ക്ക്, ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മനസ്സറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഈ കേസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ഈ പറയുന്ന രീതിയിൽ ചോർത്തി കൊടുക്കുക, രഹസ്യമൊഴി കൊടുത്തതാ. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത നാടകം നമ്മൾ കണ്ടല്ലോ. ആ അന്വേഷണ സംഘത്തിൽ പൂങ്കുഴലി എന്നൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള IAS അല്ല, IPS ഉദ്യോഗസ്ഥയാണ്. അവരെ ഈ പറയുന്ന കേരളത്തിലെ കേഡറല്ല, കേരളത്തിന് പുറത്തുള്ള കേഡറാണ്. അപ്പൊ കേരളത്തിലുള്ള, അതുമാത്രമല്ല ഹോട്ടൽ മുറിയിൽ നിന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന രംഗം ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ പോലീസ് സംഘം അദ്ദേഹത്തിന്റെ പിറകെ നടന്ന രംഗമൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഇത്രയും ഒരാളെ തിരക്കിയിട്ട് കേരള പോലീസിന് ഇത്രയും വട്ടം കറക്കിയ ഒരാളില്ല അല്ലെ? അതും പോലീസുകാരുടെ മുൻപിലൂടെ പോയിട്ട് പോലും പിടിക്കാൻ സാധിക്കാതെ. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന പോലെ സേനയ്ക്കകത്ത് അദ്ദേഹത്തിന് ചോർത്തി കൊടുക്കാൻ ആളുണ്ട്. അപ്പൊ അത്ര കണ്ട് ഈ പറയുന്ന ഇപ്പോ ഈ ചെയ്ത പ്രവൃത്തിയെ സാധൂകരിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാവോ? നമ്മൾ തന്നെ ഈ പറയുന്ന പിന്നെ എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. കാര്യം നമ്മൾ ഇതിന്റെ സത്യാവസ്ഥ തേടിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ട് നിറയെ തെറി കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സിനകത്ത് ഒരുപാട് ആളുകൾ, ഇപ്പൊ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ചേട്ടൻ ഉൾപ്പെടെയുള്ളവരാരും തന്നെ ഇപ്പോൾ രാഹുലിനെ അനുകൂലിക്കില്ല. ഇപ്പോൾ ഞാനൊക്കെ ഈ കേസ് വന്ന സമയത്ത് ആദ്യമായി പറയുന്ന രാഹുലിനെതിരെ ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നപ്പോഴാണെങ്കിൽ പോലും, മെസ്സേജുകൾ പുറത്തു വന്നപ്പോഴൊക്കെ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്ന ആളാണ് ഞാനാണെങ്കിലും ഇവിടെയുള്ള മറ്റു പലരും. പക്ഷേ പിന്നീട് ആദ്യ പരാതി വന്നപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ തുടർക്കഥയായി പരാതികൾ വന്നപ്പോൾ നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ എവിടെ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് പോയി. പിന്നീട് ആ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് രാഹുലിനെ ഒരിക്കലും നമുക്ക് അനുകൂലിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയായി മാറുന്ന ഒരു നിലയിലേക്ക് പോയത്. ഇപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോയും പരിശോധിച്ചാൽ നമുക്കറിയാം, ഇതിന്റെ പഴയ വീഡിയോകളിലൊക്കെ രാഹുൽ അനുകൂലിച്ച വീഡിയോകൾ എന്റെ തന്നെ കിടപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ രാഹുലിന് ചെയ്തിരിക്കുന്ന തെറ്റുകൾ, അല്ലെങ്കിൽ ഈ ലാസ്റ്റ് ഏറ്റവും ഒടുവിലായി അതിജീവിതയെ ഫോൺ വിളിച്ചു എന്ന് പറയുമ്പോൾ അത് അറിഞ്ഞോ അറിയാതെയോ ആയിക്കോട്ടെ, ഫോൺ വിളിച്ചത് എന്തിനെന്നുള്ള ചോദ്യം ഉണ്ട് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും ഭയക്കുമല്ലോ. കാരണം മൊഴി കൊടുത്തതിന് തൊട്ട് പിന്നാലെ തന്നെ വിളി വരുമ്പോൾ സ്വാഭാവികമായും ചേട്ടൻ പറഞ്ഞതുപോലെ മൊഴി നൽകി എന്നുള്ളത് രാഹുൽ എങ്ങനെ അറിഞ്ഞു, രാഹുൽ അറിഞ്ഞിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണോ തന്നെ വിളിക്കുന്നത് എന്നുള്ളൊരു ഭയമാണ് ഈ പറയുന്ന പെൺകുട്ടിക്ക് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഈ തെറ്റിന് ജാമ്യം റദ്ദാക്കുക തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്റെ വ്യക്തിപരമായ ഒരു നിലപാടെന്ന് പറയുന്നത്. ഈ ഓരോ ലൂപ്പ് ഹോൾസും കണ്ടുപിടിച്ചുകൊണ്ട് പുറത്തു വന്ന രാഹുലിന് എവിടെയെങ്കിലുമൊക്കെ പിഴവ് സംഭവിക്കുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മള് പലപ്പോഴും പല കേസുകളിലും പറയുന്നത് പോലെ നഖം കൊണ്ട് അല്ലെങ്കിൽ മുടിനാരിയുടെ കൊണ്ടൊക്കെ കേസുകൾ തെളിയിക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ പ്രതികൾ പിടിക്കപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, അപ്പോൾ ഇതുപോലെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇപ്പോൾ രാഹുൽ ചെയ്തിരിക്കുന്ന തെറ്റിന് കൃത്യമായ ഈ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണമെങ്കിൽ, രാഹുൽ ചെയ്ത തെറ്റ് ശിക്ഷ അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെയുള്ള ഒരു ഫോൺ കോൾ മതിയായിരിക്കാം രാഹുലിനെ വീണ്ടും ജയിലിലേക്ക് അടക്കാനായിട്ട്. സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം പറയാനായിട്ട്. അല്ല, ഹർഷ പറഞ്ഞ പോലെ ഇദ്ദേഹം ഒരു യുവ നേതാവാണ്. ഇദ്ദേഹത്തിന്റെ ആ യുവ നേതാവായ ഒരു ഉയർച്ച ഉണ്ടായി വരുന്ന സന്ദർഭത്തിൽ അനുകൂലിച്ചൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന പിന്നെ തൻ്റെടിയായിട്ടുള്ള മുഖ്യമന്ത്രിയെ സധൈര്യം പേര് പറഞ്ഞ് വിളിക്കുകയും അല്ലെങ്കിൽ
അല്ലെങ്കിൽ സമരമുഖത്ത് പോലീസിനോട് നെഞ്ചു കൊടുത്തു നിന്ന രാഹുലിനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ ഈ ജാമ്യ വ്യവസ്ഥയിൽ ഇങ്ങനെ പുറത്തിറങ്ങി രണ്ടാമത് പീഡനത്തിനിരയായ കുട്ടി എന്ന് പറഞ്ഞാൽ 21 വയസ്സുള്ള ഒരു കുട്ടിയാണ്. വെറും 21 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഈ പറയുന്ന ഇത് വിദേശത്തു നിന്നുള്ള ഒരു യുവതിയാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു പറ്റം ഇപ്പോഴും നിൽക്കുന്ന ഈ അവസരത്തിൽ തന്നെ നമ്മൾ പറയുകയാണ്, രാഹുലിൻ്റെ കുഴി തോണ്ടുകയാണ്. ഈ പറയുന്ന രീതിയിൽ ഒതുങ്ങി അങ്ങ് മാറിപ്പോയി. ഈ കൊടുത്ത മൊഴി എന്തെന്നറിയാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എടുക്കാം, അതൊരു അതിബുദ്ധിയാണ് എന്ന് മാത്രമേ അല്ലേ നമുക്കിതിൽ പറയാനുള്ളൂ. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അനുശാസിക്കുന്ന എല്ലാ ഇതും ഉപയോഗിച്ച് പുറത്തിറങ്ങിയിട്ട് അതും ജാമ്യ വ്യവസ്ഥയിൽ നിൽക്കുന്ന അവസരത്തിൽ ഇങ്ങനെയൊക്കെ വിളിച്ചത് അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ 10 വോട്ട് ചോദിച്ച് പാലക്കാട് മത്സരിക്കുന്ന ആർക്ക് വേണ്ടിയെങ്കിലും ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുഴിയിലേക്ക് ചെന്ന് ചാടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ പല മാധ്യമ പ്രവർത്തകരും പറയുന്നത് പോലെ വിനാശകാല വിപരീത ബുദ്ധി, അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. രാഹുലിന്റെ നമ്മൾ പലപ്പോഴായി പറഞ്ഞിരുന്നത് പോലെ രാഹുൽ തീർച്ചയായും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കൂട്ടത്തിൽ ഞാനില്ല. പക്ഷേ സാധാരണ തന്നെയും നമ്മുടെ ഒരു സപ്പോർട്ട് മനസ്സുകൊണ്ട് പോലും രാഹുലിനെ പിന്നെ ഈ പറയുന്നത് പോലെ നിങ്ങളെപ്പോലെ തന്നെ ഈ സമൂഹത്തിൽ നിറയെ ആൾക്കാരുണ്ട്. അതെ, അപ്പോ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് രാഹുൽ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നും MLA ആയി തന്നെ തുടരണമെന്നും അദ്ദേഹം എന്നൊരു ജനപ്രതിനിധിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു ജനപ്രതിനിധി തന്നെയായിരുന്നു. അതെ, ഒരു വർഷം കൊണ്ട് അദ്ദേഹം കൃത്യമായ ഒരു പേര് രാഷ്ട്രീയ കേരളത്തിൽ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വഭാവ ഗുണം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ വീഴ്ചകൾ അദ്ദേഹം തിരുത്താൻ തയ്യാറല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു ജനപ്രതിനിധിയെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് രാഹുൽ തിരിച്ചു വരണം എന്നുള്ളത്. അതെ, മറ്റൊരു വശം. ആ ഒരു ആഗ്രഹമെങ്കിലും മാനിച്ചുകൊണ്ട് പഴയ രീതിയിലേക്ക് പോകാതെ ഈ പറയുന്നത് പോലെ ഇത്രയും വലിയ പ്രശ്നങ്ങളുള്ള ആളെ നമ്മൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ വീണ്ടും സാധിക്കില്ല. എന്തായാലും എന്ത് തന്നെയാണെങ്കിലും ഇനിയിപ്പോൾ ഇതിന് പിന്നാലെ ഓരോ പ്രശ്നങ്ങൾ സംഭവിച്ചു തെറ്റിദ്ധരുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരിക, അതിന്റെ വഴിക്ക് പോകട്ടെ. ആ കുട്ടിക്ക് ഉണ്ടായ ഹർഷ, ഇതിനകത്ത് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്കുണ്ടായ ആ പെൺകുട്ടിയെ ഇപ്പൊ ആരായിരുന്നാലും അവർക്കുണ്ടായ മനോവിഷമം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ പോലെ ലീവ് ഇറ്റ് അല്ലെങ്കിൽ ഹൂ കെയേഴ്സ് അതൊന്നുമല്ല. ഒരു പെണ്ണിന്റെ മനസ്സെന്ന് പറയുന്നത് ഇദ്ദേഹം ചിന്തിക്കുന്ന പോലെയൊന്നും ആയിരിക്കണമെന്നില്ല. അത് അദ്ദേഹത്തിന് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കും. ഏതായാലും അടഞ്ഞ അധ്യായം അടഞ്ഞു എന്ന് കരുതി മുന്നോട്ട് പോകുന്നതാണ് രാഹുലിന് നല്ലത്. സംഭവിച്ചതെല്ലാം കേരള ജനതയ്ക്ക് ഒരു 100 പേരെടുത്താൽ 50 പേർക്കെങ്കിലും സത്യാവസ്ഥ അറിയാം. എങ്കിലും താങ്കളുടെ ഒരു വൈബ്രൻസ്, താങ്കൾ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവ്, അദ്ദേഹം വരട്ടെ, തെറ്റ് പറ്റാത്തവർ ഈ ലോകത്ത് ആരുമില്ല എന്ന് കരുതി അദ്ദേഹത്തിനൊപ്പം നിൽക്കാനായിട്ട് കുറച്ചെങ്കിലും പേര് നോക്കുമ്പോൾ ഈ കാണിക്കുന്നത് തെറ്റ് തന്നെയാണ്. അതതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് കരുതണം, അല്ലെ? അതാണ് ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം ചെയ്യേണ്ടത്. അല്ല, ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന അവസരത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ പറയുന്ന ആന്റി ഇൻകംബൻസിയെ മുതലാക്കി വീണ്ടും തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ രക്ഷാധികാരിയായിട്ടുള്ള VD സതീശനെ പോലെയുള്ളവരൊക്കെ ഒരു വേള അദ്ദേഹത്തിനൊപ്പം നിന്ന് അദ്ദേഹത്തിന് അനിയനെ പോലെ കാണുന്ന, അതായത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവിടെ ഈ പറയുന്ന പോലെ എറണാകുളത്ത് രാഹുൽ അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു എന്നുള്ള വാർത്തകളും ഞാൻ കേട്ടിരുന്നു. ഞാൻ ഈ തെറ്റൊക്കെ തിരുത്തി ഞാൻ തിരികെ വരുമെന്ന് പറഞ്ഞ് VD സതീശന് ഭയങ്കരമായ ദുഃഖമുണ്ടായി, സങ്കടം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് കാര്യം അത്ര കണ്ട് ഇന്റിമേഷൻ, അവർ തമ്മിൽ അത്ര അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അത്രയൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ അതെ, തീർച്ചയായിട്ടും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്താൻ എത്ര സ്നേഹമുള്ള വ്യക്തിയാണെങ്കിലും VD സതീശന് സാധിച്ചതിൽ VD സതീശന് പ്ലസ് പോയിന്റ് തന്നെയാണ്. അതിന് നമുക്ക് ഒരിക്കലും മറ്റൊരു നേതാവുമായി കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കൂടെ നിന്ന് കാല് വാരുന്നവരുടെ ഇടയിൽ അദ്ദേഹം കൂടെ നിർത്തിയതാണ്. ഒരു പരിധി പാലക്കാട് സീറ്റ് കൊടുത്തത് തന്നെ എത്ര കഴിവുള്ളവരോട് ഉണ്ടായിരുന്നറിയോ, എന്നിട്ട് അദ്ദേഹം സീറ്റ് കൊടുത്തു. എന്നിട്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ ഇലക്ഷൻ സമയത്ത് ഒരു വേള ഒന്നുമല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെങ്കിലും രാഹുലിന് ഇറങ്ങാം. രാഹുൽ അത് കാണുക, അല്ലെ? തീർച്ചയായിട്ടും ഈ പാലക്കാട് ഇപ്പം മുരളിയാണ് മത്സരിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ കോൺഗ്രസിനോ, പാലക്കാട് പോട്ടെ, കേരളത്തിൽ ഉടനീളം ഈ പറയുന്ന ഇപ്പം തെറ്റ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ ആരും തന്നെയില്ല. കോൺഗ്രസ് തന്നെയുണ്ട്, CPM-ലുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഈ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ആരും പുതുമയായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റിതിരുത്തി മുന്നിലേക്ക് വരാനൊരു അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ചേർത്ത് നിർത്താൻ നിരവധി പേർ അദ്ദേഹത്തിനോടൊപ്പം ഇപ്പോഴും ഈ പാർട്ടിയിലുണ്ട്. അത് അദ്ദേഹം മനസ്സിലാക്കുക. ഇതൊരു ചതിക്കുഴിയാണെന്നെങ്കിലും അദ്ദേഹം കരുതുക. കാര്യം SIT അന്വേഷണ സംഘം വിളിച്ചു പറയുന്ന അദ്ദേഹത്തെ സഹായിക്കാനല്ല, അദ്ദേഹത്തിനെ വീണ്ടും കുരുക്കിലേക്ക് വീഴണമെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാവണം. കാര്യം ഇദ്ദേഹം രക്ഷപ്പെട്ടു പോയ സമയത്ത് പോലീസ് കൂടെയുണ്ട് എന്ന് അറിയിച്ചതും അല്ലെങ്കിൽ അതിനുശേഷം വളഞ്ഞിട്ട് പിടിക്കുന്ന രംഗം ഉണ്ടാകുന്നതൊക്കെ അദ്ദേഹം ഓർക്കണം. ഒരു വേള കൂടെ നിന്നോ സഹായിച്ചു എന്ന് തോന്നി, ഒരു വേള അവർ ചതിച്ചല്ലോ, ഒരു വേള ആരും അറിയിച്ചില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കാനുള്ളത്, ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് വരുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് സ്ത്രീ വിഷയ കഥകൾ വളരെ താല്പര്യമുള്ളൊരു പാർട്ടിയാണ്. ഒരാൾക്കെതിരെ ചാർത്താൻ അവർ ഏറ്റവും കൂടുതൽ കാണുന്നത് അതാണ്. അപ്പോൾ ഈ ഉണ്ടായ സംഭവം അതങ്ങ് ജനം മറക്കട്ടെ. മനുഷ്യന് ഏറ്റവും കൂടുതൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹം മറവിയാണ്. ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹം മറവിയാണ്. ആ മറവിയിലൂടെ പലതും മറക്കാൻ നോക്കുമ്പോൾ നിങ്ങളെ കുരുക്കിലാക്കാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് കാണിക്കുന്നവർ ആരെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്നത് കേട്ട് നിങ്ങൾ ഇതിലേക്ക് പോയാൽ
നിങ്ങൾ തന്നെ വീണ്ടും കുഴിയിലേക്ക് വീഴും. അതെ. കാര്യം നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ സ്ത്രീ സമൂഹത്തിന് അത്ര കണ്ട് പ്രാധാന്യമുണ്ട്. അതിന് ബഹുമാനപ്പെട്ട പിണറായി ഭരിച്ചാലും ഇല്ലെങ്കിലും സ്ത്രീകൾക്ക് അത്രയും പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അത് ശ്രീ രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കേണ്ടതാണ്.